കസിൻ്റെ വീട്ടിലേക്ക് പോകണേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ ഒന്ന് ഞങ്ങൾ മിക്ക ഞായറാഴ്ച ഇങ്ങനെ പുറത്തൊക്കെ കസിൻസിൻ്റെ വീട്ടിലേക്ക് കറങ്ങാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കസിൻസിൻ്റെ വീട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ദൂരമുള്ളൂ, കുറച്ച് ദൂരമുള്ളതല്ല, കുറച്ച് ദൂരം ഉണ്ട് കേട്ടാ, കുറച്ചധികം ദൂരം ഉണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. പെരുമ്പാവൂർ പോണ വഴിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് പോവാം. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കസിൻസായിട്ട് കുറച്ച് ഇങ്ങനെ ഇവിടെ നല്ല അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പോകാം. ഇവിടെ മിക്കപ്പോഴും ഞങ്ങൾ നടക്കാൻ പോകാറുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ നമുക്ക് ഇന്നും പോകാം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ എന്താണ് ഞങ്ങൾ അവിടെ നിന്ന് കയറ്റമൊക്കെ കയറി ഇനി ഇവിടെ നിന്ന് നടക്കണം കേട്ടോ. അപ്പോൾ നടക്കണ വഴി ഇവിടെ സ്ഥലം ഫുള്ള് അടിപൊളിയാണ് കേട്ടോ. റബ്ബറും തോട്ടം ഉണ്ട് ഇപ്പുറത്ത്. ഫുള്ള് റബ്ബറും തോട്ടം, നല്ല രസമുണ്ട്. വഴി കാണാൻ ഫ്രണ്ട്സ് സൂപ്പറാണ്. ഒരു സിറ്റ് വഴി ഫ്രണ്ട്സ്, നല്ല രസമുണ്ട്. അത് സാധനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ അടുത്ത് വലിയോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടുത്തെ അതെ അതെ, ഇവിടെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അധികം ക്യാമറ കയറാൻ താല്പര്യമൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ വലിയോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എല്ലാവരും വിളിക്കുന്നതാണ്, വലിയോടൊന്നാണ് എല്ലാവരും വിളിക്കണം. അപ്പോൾ അവിടെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ പോകാറൊക്കെ ഉണ്ട്. ഞാനിവിടെ നിൽക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. അവർക്ക് സ്റ്റേ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും അവിടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളങ്ങനെ പോകണേണ്. എന്താണെന്നറിയില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, നമുക്ക് വെല്ലോട്ടി പോയാലോ ചോദിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സാധനം കണ്ട് ഫ്രണ്ട്സ്. ആ മരം കണ്ടില്ലേ, അവിടെ ആനിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞങ്ങളുടെ പണ്ടത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആ ആനിൽസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അത്. പക്ഷെ ഇപ്പം ടേസ്റ്റ് വരെ ഞാൻ മറന്നുപോയി. ആ മരമൊക്കെ വെട്ടി ഇപ്പോൾ കാലങ്ങളായി. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കൂട്ടം കൂടിയിട്ടാണ് ഫ്രണ്ട്സ് ഇരിക്കണം. അതാണ് എനിക്ക് ആനിൽസൊക്കെ വേണമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എവിടെ ഇപ്പം ആനിൽസൊക്കെ കിട്ടാനേ ഇല്ല. പണ്ട് എത്രയോ കഴിച്ചേക്കണം. ഞാൻ എന്തായാലും ആ മരം കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറേ ഉണ്ട് കണ്ടോ ഗൈസ്. 1000 എണ്ണയൊക്കെ അതിൻ്റെ ഇടയിൽ നന്നായി. മറ്റേ ക്രിസ്മസിന് ബൾബ് കത്തിച്ചിട്ടേക്കണേട് മരത്തിൽ ഗൈസ്. നിങ്ങൾക്ക് ചെമ്പരത്തിൻ്റെ ഇല എതള് വെച്ചിട്ട് പടക്കം പൊട്ടിക്കാൻ അറിയോ? എനിക്കറിയില്ല. ഇക്കാകട് ഇങ്ങനെ എടുക്കുന്നു, ഇതിങ്ങനെ മടക്കുന്നു, ഇങ്ങനെ എടുക്കൂ. വെറ്റില മടക്കണേണെങ്കിൽ ഊതുക. ഞാൻ ചെയ്ത് നോക്കും. ഹായ്, ബുദ്ധിയുള്ളവർക്ക് പറ്റുള്ളൂ. ഇല്ലട്ടാ ഞാൻ ബുദ്ധി ഇല്ലാത്തവർക്ക് അല്ല എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ബട്ട് എനിക്ക് ബുദ്ധിയുണ്ട്, അവരേലും ബുദ്ധിയുണ്ട്. ഇത് ഒരെണ്ണം പൊട്ടിക്കാതെ ഞാൻ ഇവിടെ നിന്ന് നീങ്ങൂല. നമുക്ക് പോവാം. ഓക്കെ, നമ്മള് കൊറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നടന്ന് എത്തടില്ല. ഇത് ഓക്കെ, ഇത് ഫുള്ള് നമ്മുടെ പൈനാപ്പിളിൻ്റെ തോട്ടം ഉണ്ട്. ആൻഡ് ഞാനിവിടെ ഒരു പൈനാപ്പിളും കണ്ട. അയ്യോ, ഫുള്ള് മുള്ളാണ്. ഓ, ഇത് ഓക്കെ, കുഞ്ഞി പൈനാപ്പിള് ഞാൻ കണ്ടു. ഇവിടെ ഫുള്ള് തോട്ടം ഉണ്ടാ. വഴി നോക്കി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഫ്രണ്ട്സ്, നല്ല വാവ് ആയിട്ടുണ്ട് കേട്ടോ ഈ പ്ലേസൊക്കെ. ഞങ്ങൾ ഈ സാധനമില്ലേ വേലി കെട്ടിയേക്കണ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ട് മറ്റേ പാമ്പിൻ്റെ പാമ്പിൻ്റെ മാളത്തിൻ്റെ പൊക്കത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അത് പാമ്പിൻ്റെ ഒന്നും. ഭാഗ്യത്തിന് പാമ്പിനൊന്നും കണ്ടില്ല. ഇവിടെ അടച്ചിട്ട് വേലിയും കെട്ടി. വേലി ചാടാൻ പറ്റൂല, മുള്ളുള്ള രീതിയിലുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ചാനലൊക്കെ പോയി
നല്ല പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. വെറുതെ ഇനി അതെ എപ്പോ ഞങ്ങൾ ഇവിടെ വന്നാലും വീണ്ടും വീണ്ടും വരാൻ തോന്നും. അപ്പൊ എന്റെ കയ്യെവിടെ പൈനാപ്പിളി കൊണ്ട് മുറിഞ്ഞു ചോര ഒഴുകി വരികയാണ് ഗൈസ്. അല്ല അതെ ഇതൊക്കെ ഒരു കുത്ത് ചോരയുണ്ട്. അതെ അതെ അതിനെ നടന്ന് നമ്മള് വെല്ലോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ ഒരു ഇറക്കമുണ്ട്, കുറച്ച് ബാലൻസ് കിട്ടും. പുറത്ത് പൈനാപ്പിൾ തോട്ടം ഉണ്ടാ. തൊട്ട ഫ്രണ്ടിൽ തന്നെ പാടുവാണ്. നല്ല കാറ്റുണ്ട് ഈ സമയത്ത്. ഇറങ്ങിയാലോ എന്താ ഇവിടത്തെ വ്യൂ നോക്കൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ തോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നിൽക്കണത് വെള്ളത്തിൻ്റെ അടുത്തായിട്ടാണ്, അതാണ് എനിക്ക് ചെറിയ പേടി. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാവേ. ഇതേ അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇനിയും കുറച്ചും കൂടി നടക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിങ്ങനെ കപ്പങ്ങയുടെ മറ്റേ ഇല വെച്ചിട്ട് മാല ഉണ്ടാക്കിയിട്ടുണ്ട്. കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടാക്കിയാണേ, ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ലോക്കറ്റ് വരെ. ലോക്കറ്റാണ് ഇതെന്തത്? ആ, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ന്യൂ മാല, ന്യൂ നെക്ലസ്? ഇത് ഇവിടെ ഒരു മറ്റേ ഈർക്കലില്ല, അത് 1.5 ലക്ഷം രൂപയുടെ ലോക്കറ്റ് മാലയാണ്. 1.5 ബാക്കിയാ. ഓക്കെ, ഇതെങ്ങനെ ഇത് വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോണേ കേട്ടോ ഈ മാല. അയ്യോ ഒടിഞ്ഞോയി. ഇതൊക്കെ മതി. ഇപ്പൊ ഒരു കാട്ടുവാസിയാണ്. ആ, ഇത് പിന്നെ പണ്ടേ കാട്ടുവാസിയാണ്. കാട്ടുവാസി നമ്മളങ്ങനെ എൻ്റെ തറയെ എൻ്റെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് നടക്കാറായി, കുറച്ച് എത്താറായിട്ടുണ്ട് നമ്മൾ. ഇപ്പം കുറേ നടന്നിട്ടാ. ഓക്കെ, ഇപ്പുറത്തേക്ക് ഫുള്ള് പാടമാണ്. ഇനി വെള്ളച്ചാട്ടം പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അവിടെ. വെള്ളച്ചാട്ടമല്ല, എന്താണ് അതേപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകും. ശരിക്കും ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേ അവിടുത്തെ ശബ്ദം കേൾക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം അധികം ശബ്ദമില്ല, വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇഷ്ടംപോലെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു. ശബ്ദം കേൾക്കളേ ഗൈസ്, കേൾക്കണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ലോണം കേൾക്കുന്നുണ്ട്. എന്താണ് ഞങ്ങൾ അന്ന് വന്നപ്പോൾ നല്ല എമൗണ്ട് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ. ഇപ്പം വെള്ളം കുറഞ്ഞ് താഴ്ന്ന് മഴ പെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഫൈനലി നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടം പോലത്തെ പ്ലേസിലെത്തി. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഈ വഴിയില്ല, ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞ സാധനം. ഞാൻ കാണിച്ചു തരാം. ഇതൊരു മിനിയേച്ചർ ഡാമാണ്. മിനിയേച്ചർ ഡാമാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു റയാനലും ആ ഒരു ആ സൈഡിൽ നിന്ന് ഇത് ഒഴുകി വന്നിട്ട് നമുക്ക് നോക്കാം. ഞാനത് ഇവിടെ വന്നില്ല, മേനില്ല. പിന്നെ ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. ഞങ്ങളത് പണ്ടതിൽ തന്നെ അവിടെ ഇവിടെയുള്ള ഓക്കെ 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 നമ്മളെത്തി. ഇവിടെ കാലിട്ട് നിൽക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഗൈസ്, ഈ ഒഴുകി വന്നതില്ലേ അത് നെല്ലില്ല, അതിൻ്റെ തോടാണ് കേട്ടോ. ഞാൻ ഇപ്പം എടുത്തിട്ടത്. ഇവിടെ കുറേ നെല്ലിൻ്റെ തോടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. ഞാൻ കുറേ നേരം ഇവിടെ ഇട്ട് ഇങ്ങനെ കാലിലൊക്കെ എടുക്കുന്നുണ്ട്.
കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുത്ത വെള്ളത്തിൽ കാലൊക്കെ കിട്ടുന്നപ്പോൾ നല്ലൊരു സമാധാനമായി. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോണേ. എന്താ വെച്ചാൽ സമയം വൈകും, അപ്പം തന്നെ 1 മണിയാവാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ വാങ്ങെടുക്കണേ നമുക്ക് അവിടെ എത്തണം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണേ. ഇവിടെ നിന്ന് പോകുമ്പോഴത് നല്ല പാടും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സ് നല്ല രസമുണ്ട്. ഇപ്പോൾ കുറേ നേരം അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇവിടെ മിക്കപ്പോഴും വരുമ്പോൾ എന്താണ് നമ്മുടെ തോട്ടിൽ ഇവിടെ കാലങ്ങനെ അധികം ഇട്ടിരിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യമാണ് കേട്ടോ അങ്ങനെ ഇരുന്നത്. നല്ല തണുത്ത ക്ലിയർ വാട്ടർ ഉണ്ട് ഫ്രണ്ട്സ്. പശു അല്ലല്ലോ, പോത്തല്ലേ, ബീഫ് വന്നപ്പോൾ എന്ത് സുഖമായിരുന്നു. പക്ഷേ വന്നപ്പോൾ ഫുള്ള് ഇറക്കം ഓർന്ന്. ഇപ്പം ഞാൻ അറ്റത്തുനിന്ന് അവിടെ ഉള്ള ഇറക്കം കയറി തന്നെയാണ് എൻ്റെ കാലാകെ വേദനിക്കണം ഗൈസ്. വന്നപ്പോൾ നല്ല സുഖമായിരുന്നു, പക്ഷേ കയറുമ്പോൾ ഒന്നാമത് പോണേല്ല. അപ്പോൾ ആ ഒരിതും പിന്നെ എന്താണ് കയറ്റവും കയറി ഒക്കെ ആകുമ്പോൾ ഭയങ്കര തളരുണ്ട് കേട്ടോ. എനിക്ക് ദാഹിക്കണം, തണുത്തോളം വേണം നടന്നിട്ടേ ക്ഷീണിച്ച്. പക്ഷേ എന്താ അറിയില്ല, സ്ഥലമൊക്കെ കണ്ടെടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആ കയറ്റം കയറി ഭയങ്കര കുത്തനുള്ള കയറ്റം, അത് കയറി വന്നപ്പോഴത്തേക്കും ഒന്ന് കിതക്കണയാണ് കിടന്ന്. അത് മാത്രമേ ഉള്ള പ്രശ്നം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഈ ചേമ്പിലൊക്കെ നല്ല ഭംഗിയില്ലേ, നല്ല ഡോട്ട്സ് ഇട്ടോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കുട്ടി വേർഷൻ. പെയിൻറ്റ് വീണതെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനത്തെ ചേമ്പല നിങ്ങളുടെ വീട്ടിലുണ്ടോന്നൊന്നും കമൻറ്റ് ചെയ്യണേ ഗായ്സ്. ഇത് കണ്ടോ, അവിടെ ഇഷ്ടം പോലെ കശുമാങ്ങ ഉണ്ട് കേട്ടോ. കശുമാങ്ങയൊക്കെ കണ്ട കാലം മറന്നു ഗൈസ്. എൻ്റെ വീടിന് എവിടെയൊന്നും കശുമാങ്ങ ശബ്ദം കേട്ടാ, ചീവീടാണെന്ന് തോന്നാണ്. രാത്രി ഭയങ്കര ശബ്ദമുണ്ട് ഈ ചീവീടിൻ്റെ. അപ്പോൾ എന്താണ് കശുമാങ്ങ കഴിച്ച കാലം മറന്ന്. എൻ്റെ വീടിൻ്റെ അവിടെ ഒന്നും കശുമാങ്ങ ഇല്ല. അവിടെയൊക്കെ ഞാൻ കുറേ സ്ഥലങ്ങളായിട്ടാണ് കാണുന്നത്. ചെടി നോക്കിയേ, ഫുള്ള് കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടംപോലെ പൂക്കളാണ്, നല്ല മജന്ത കളറിൽ. ക്യാമറ കളർ കുറച്ച് ഡിമ്മാണ്, പക്ഷേ നേരിട്ട് നല്ല കട്ടിയിൽ കളറുണ്ട് കേട്ടോ. സ്മെല്ല് അത്രയ്ക്കില്ല, എന്നാലും ചെടിയൊക്കെ ഫുള്ള് എന്താ പൂവ്. അങ്ങനെ അപ്പോഴത്തേക്കും സന്ധ്യയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള അടുത്തിടെ കാണാം. ബൈ.